ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ പാട്ടൊക്കെ കേട്ട് എവിടെ പോകുന്നു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ പാട്ട് കേട്ടെങ്കിലും അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലാതെയാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കണ്ണിന് അടുത്ത കണ്ണാടി മാറ്റാനുള്ള ദിവസമാണേ. അപ്പം നമ്മൾ പ്രിസൈസിലാണേ പോകുന്നത്. ഒരു 3:30ക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത് വൈകുന്നേരം. അപ്പം നമ്മളൊരു 1:30 ആയപ്പോഴേ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലല്ലേ ആ ബ്ലോക്ക് എല്ലാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സമയത്ത് എത്തത്തുള്ളൂ. അപ്പം ഇത് നമ്മുടെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണേ ആറ്റിങ്ങൽ. പണ്ട് ഇവിടെ ഒരു ഉണ്ട കമ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പുതിയ വെയിറ്റിംഗ് ഷെഡൊക്കെ ആക്കി. ഇപ്പം നല്ല രസമുണ്ട്. നമുക്ക് ബസ്സിനകത്ത് നിൽക്കാനൊന്നും അങ്ങനെ പാടൊന്നുമില്ല. പണ്ട് ഇവിടെ ഇങ്ങനെ ഒരു 2-3 ഉണ്ട കമ്പി ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സർക്കസ് കാണിച്ച് ഇരുന്ന് കൈയും കാലുമൊക്കെ കഴിക്കുന്ന തന്നെയായിരുന്നു ബാക്കി. അപ്പോൾ പക്ഷേ ഇപ്പം കൊള്ളാം. ഇപ്പം പുതിയ ബസ് സ്റ്റാൻഡൊക്കെ ആയപ്പോഴേക്കും വെയിറ്റിംഗ് ഷെഡ്, ബസ് സ്റ്റാൻഡ് പഴയതാണ്. പുതിയ വെയിറ്റിംഗ് ഷെഡൊക്കെ ആക്കിയപ്പോഴും രസമുണ്ട്, കൊള്ളാം. നമുക്ക് എത്ര സമയം ഇരുന്നാലും ആ ഒരു മുഷിച്ചിലുണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ഇവൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു. ഇവൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആറ്റിങ്ങിലുള്ള ദേവി ഐ ഹോസ്പിറ്റലിലാണ് ആദ്യം പോയത്. പിന്നെ കണ്ണിന് ചെറിയ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ കൊച്ചിലെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ബോർഡിലൊന്നും എഴുതുന്നൊന്നും കാണാൻ വയ്യ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ സംഭവം ഞാനത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ആയപ്പോഴേ എനിക്ക് ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിച്ച് അങ്ങനെ അവിടെ ഒരു അതായത് മധുരയിലൊരു ഹോസ്പിറ്റലുണ്ടല്ലോ, എന്താണ് അതിൻ്റെ പേര്, അരവിന്ദ് ഐ ഹോസ്പിറ്റൽ. അതിൻ്റെ ഒരു ഐ ടെസ്റ്റ് ഇവിടെ സ്കൂളിൽ നടന്നായിരുന്നു. അങ്ങനെ അപ്പോഴാണിത് കണ്ടുപിടിച്ചത് ശരിക്കും ഇവന് കണ്ണിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടുന്ന് നേരെ മധുരയിൽ കൊണ്ടുപോകാനുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഇത്രയും ദൂരമൊക്കെ പോകാൻ പാട് ആയതുകൊണ്ട് ആറ്റിങ്ങിലുള്ള ദേവി ഐ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അവിടെ കൊണ്ടുപോയപ്പോൾ ഇപ്പം നമ്മൾ അറിഞ്ഞതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള കണ്ണാടി അല്ല ഇവന് വെച്ചത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ നേരിട്ട് ഭയങ്കര പവർ കൂടിയ കണ്ണാടിയാണ് അവർ നേരിട്ടെടുത്ത് വെച്ചത്. പക്ഷെ അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ വയ്ക്കേണ്ടതെന്ന് പിന്നീടാണ് അത് അറിഞ്ഞത്. കൂടുതൽ നമ്മളിതിനെപ്പറ്റി ഓരോന്നും തിരക്കുമ്പോഴാണല്ലോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ ദേവി ഐ ഹോസ്പിറ്റലിൽ തന്ന കണ്ണാടി വെച്ചതിന് ശേഷം അവന് ഭയങ്കര തലവേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 കണ്ണാടി വയ്ക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. പക്ഷെ അവിടെയൊന്നും പോയിട്ടും അത്ര ഒരു തൃപ്തിയില്ല. അവർ പറയുന്നത് 10,000-4,000 രൂപ കൊടുത്ത് കണ്ണാടി മേടിക്കുകയും ചെയ്ത് പിന്നെ എന്ത് ചെയ്യും, വേറെ ഉള്ളിടത്തൊക്കെ കൊണ്ടുപോകുമ്പോഴും അവർ വേറെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ചവിട്ടി പിടിച്ച് ഒരു 6 മാസം എത്തി. അപ്പോഴാണ് ഇങ്ങനെ കുറേ തിരക്കിയപ്പോഴാണ് നമ്മൾ പ്രിസൈസിനെ പറ്റി അറിയുന്നത്. അപ്പം 6 മാസമായി, കണ്ണാടി മാറ്റാനുള്ള ടൈമുമായി. ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ പ്രിസൈസിനെ പറ്റി അറിഞ്ഞ് പ്രിസൈസിൽ കൊണ്ടുവന്നു. പക്ഷേ ഇവിടുത്തെ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമുക്കൊരു കോൺഫിഡൻസ് തരും. അതായത് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും എന്നുള്ള രീതിയിൽ അവിടുത്തെ സ്റ്റാഫുകളായാലും എല്ലാം അങ്ങനെ ഭയങ്കര അവർ നമുക്കെല്ലാം പറഞ്ഞു തരും. എന്ത് പറ്റിയതാണ് കണ്ണിന്, അങ്ങനെയൊക്കെ. ഇത് ഫസ്റ്റ് ദിവസമാണ് നമ്മൾ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ കുറേ ടെസ്റ്റൊക്കെ നടത്തി നോക്കിയിട്ട് കറക്റ്റായിട്ടുള്ളതാണ് അവർ തരുന്നത്. അത് കഴിഞ്ഞ് കണ്ണിന് മരുന്നൊക്കെ ഒഴിച്ചിട്ട് അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ഒരു ചെറിയ ക്യാൻറ്റീൻ പോലെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഇത് PMGയിലാണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കണ്ണിൻ്റെ മരുന്നൊക്കെ ഒഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇപ്പം കറക്റ്റായിട്ടൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല, കാരണം പീഡിയാട്രീഷനെ കാണിക്കേണ്ടി വരും, ഡോക്ടർക്ക് മാത്രമേ എന്തെങ്കിലും ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരാഴ്ച കണ്ണിന് മരുന്ന് ഒഴിച്ചിട്ട് പിന്നെ ഒരാഴ്ചയാണ് ടൈം തരുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് പീഡിയാട്രീഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ചയ്ക്കാണെങ്കിൽ ഒന്നും കഴിച്ചതുമില്ല, ഇവന് വിശക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ PMGയിലാണെങ്കിൽ കടകളും ഇല്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ സംസമിൽ വന്ന് അവന് ആവശ്യമുള്ള കുഴിമന്തിയും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ കണ്ണിന് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഹോസ്പിറ്റൽ, അതിപ്പോൾ പ്രിസൈസിൽ തന്നെ വരണമെന്നില്ല, കറക്റ്റായിട്ടുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 1-2 സ്ഥലത്ത് പോയി ചെക്ക് ചെയ്യണം. നേരിട്ട് നമ്മളിപ്പം ഫസ്റ്റ് എനിക്ക് പറ്റിയ അങ്ങനെയാണ്, ദേവിയിൽ പോയി ആദ്യമായിട്ട് ചെക്ക് ചെയ്ത് അവർ കണ്ണാടി വെക്കണമെന്ന് പറഞ്ഞ് വച്ച്. പക്ഷെ അതിന് പിന്നീട് അവർ ഭയങ്കര വലിയ പവറുള്ളതാണ് തന്നതെന്നും അതും ഇതുമൊക്കെ നമ്മൾ പിന്നെയാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള തന്നെ വെക്കണം. ഇനിയിപ്പോൾ ടെൻഷനില്ല, ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. അവന് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് അവൻ വന്നേക്കുന്നതും. അപ്പോൾ ശരി, കറക്റ്റ് ഒരാഴ്ച ആയിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ വീണ്ടും രാവിലെ ഇവിടെ പ്രിസൈസിൽ വന്ന്, ഇത് PMGയിലുള്ളത് തന്നെയാണ്, പക്ഷേ പീഡിയാട്രീഷ്യനുള്ളത് തൊട്ട് താഴത്തെ
പ്രിസൈസിലാണ്. അപ്പോൾ രാവിലെ 9 മണിക്ക് വന്നിട്ടുണ്ട്. നമ്മളാണ് ഫസ്റ്റ് വന്നത്. അപ്പം ഡോക്ടർ വന്നിട്ടില്ല, ഡോക്ടർ ഇനിയേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കറക്റ്റ് സ്ഥലത്ത് കാണിക്കേണ്ടതായിരുന്നു. 1-2 സ്ഥലങ്ങളിൽ, ഇപ്പം ഫസ്റ്റ് നമ്മൾ 1-2 സ്ഥലങ്ങളിലൊക്കെ കാണിച്ചിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കണ്ണാടി നോക്കിയാണ്. കാരണം എനിക്ക് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറഞ്ഞ് ദേവിയിൽ ഇവനെ ഫസ്റ്റ് കൊണ്ടുപോയപ്പം അവിടെ വെച്ചത് കറക്റ്റായിട്ടുള്ള കണ്ണാടി അല്ലായിരുന്നു. വേറെ, അതായത് സിലിണ്ടറിക്കൽ ലെൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതിപ്പോൾ എനിക്ക് ഇവിടെ പറയാൻ കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ശരിക്കും ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം കണ്ണിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ തെറ്റായിട്ടുള്ള കണ്ണാടിയൊക്കെ വെച്ചാൽ ചിലപ്പം കാഴ്ചയുടെ ആ ഒരു ഇത് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. പ്രിസൈസ് വളരെ സേഫുമാണ്, നല്ലതുമാണ്. പീഡിയാട്രീഷ്യൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഡോക്ടറാണ്. ഡോക്ടർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞ് വരച്ച് കാണിച്ച് മനസ്സിലാക്കി തരും, സാധാരണ പോലെയല്ല. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.